വൃശ്ചികക്കൂറുകാർക്ക് ധനപരമായി വളരെ ഭാഗ്യമുള്ള മാസമാണ്. 2, 11 ഭാവാധിപന്മാർ ഭാഗ്യസ്ഥാനത്ത് വരുന്നതിനാൽ സാമ്പത്തികമായി വളരെ ഗുണമുണ്ടാകും. അതിനാൽ വരുമാന വർധനവിനായി പുതിയ അവസരങ്ങൾ വരികയാണെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിലും വർധനവ് ഉണ്ടാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാം. കർമ്മമേഖലയിൽ വൃശ്ചിക രാശിക്കാർക്ക് അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില സാഹചര്യങ്ങൾ, സാങ്കേതിക വിഷയങ്ങൾ മൂലം നിങ്ങളുടെ കർമ്മമേഖലയ്ക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതിനാൽ കർമ്മമേഖലയെ ബാധിക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ പുനഃപരിശോധിച്ച ശേഷം മാത്രം കൈക്കൊള്ളുക. മെഡിക്കൽ, അഡ്മിനിസ്ട്രേഷൻ, ഗോൾഡ് ജ്വല്ലറി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായി വൃശ്ചികം രാശിക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ്. രക്തം, മസിൽസ് തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകാം. രക്തശുദ്ധി, ശരീരത്തിനാവശ്യമായ ചലനം തുടങ്ങിയവ ശ്രദ്ധിക്കാൻ ആവശ്യമായ ഭക്ഷണശുദ്ധിയും വ്യായാമവും ശരീരത്തിന് നൽകുക. നല്ല ഒരു ദിനചര്യ മെച്ചപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല ഒരു ദിനചര്യ ആരംഭിച്ച് അത് നല്ല രീതിയിൽ നിലനിർത്തുന്നത് ആരോഗ്യപരമായി നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യമുള്ള കാലമാണ്. നഴ്സിംഗ്, ഹോം, സൈക്കോളജി, അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, മറൈൻ റിലേറ്റഡ് ബിസിനസ്, ചൈൽഡ് കെയർ ആൻഡ് മാറ്റേണിറ്റി തുടങ്ങിയ മേഖലകൾ വളരെ അനുകൂലമായ മാസമാണ്. ഇത്തരത്തിലുള്ള മേഖലകളിൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ ബിസിനസ്സോ ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ജാതകത്തിലെ അനുകൂലമായ സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വൃശ്ചികം രാശിക്കാർക്ക് വിദേശവാസത്തിന് യോഗം കാണുന്നു. അതിനാൽ സ്വന്തം അഭിരുചി, സ്കിൽസ് തുടങ്ങിയവ പരിപോഷിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിൽ കോഴ്സുകൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുക. ഇത്രയുമാണ് വൃശ്ചികം രാശിയുമായി ബന്ധപ്പെട്ട് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ കമൻറ്റുകളായിട്ട് നൽകുക. ഏവർക്കും നല്ല ഒരു ജൂലൈ മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.